നമസ്കാരം. ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ ഇടവക്കൂറുകാരുടെ 2024 ജൂൺ മാസഫലം പരിശോധിക്കാം. ജൂൺ മാസം ആരോഗ്യ സംബന്ധമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് നേത്രരോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ നേത്രത്തെ നന്നായിട്ട് പരിപാലിക്കുക. ഗാർഹിക സംബന്ധമായ കാര്യങ്ങൾക്ക് ഗുണസമ്മിശ്രമായ ഫലങ്ങളാണ് ഈ ജൂൺ മാസം വരുന്നത്. ഒന്നിലും സംതൃപ്തിയില്ലാതെ വരുന്നത് അത് മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതൽ എടുക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ബിസിനസ്സുകാർ. ഊഹാപോഹങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ ഉയർച്ചകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രയത്നം അത്യാവശ്യമാണ്. നിരാശയും അതേപോലെ ഒരുപാട് തടസ്സങ്ങളും ഉണ്ടാകുമെങ്കിലും അതൊന്നും കണക്കാക്കാതെ നന്നായിട്ട് അധ്വാനിക്കുക, മുന്നോട്ട് പോവുക. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായും തടസ്സങ്ങളൊന്നുമില്ലാതെ ഉദ്ദേശിച്ച പോലെ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ്. ഗവേഷണ സംബന്ധമായി പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. ഈ മാസം സാമ്പത്തികമായി ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ ഗുണസമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഈ കൂറുകാർക്ക് ലഭിക്കുന്നത്. ഇനി ഈ നക്ഷത്രക്കാർക്ക് ജൂൺ മാസം ഏതൊക്കെയാണ് ഭാഗ്യദിനങ്ങളും അശുഭദിനങ്ങളും എന്തെന്ന് പരിശോധിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗാർഹിക സംബന്ധമായ കാര്യങ്ങൾക്കും ഈ മാസം 6-ാം തീയതിയും 11-ാം തീയതിയും 18-ാം തീയതിയും ഭാഗ്യദിനങ്ങളാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 1-ാം തീയതിയും 2-ാം തീയതിയും 20-ാം തീയതിയും ഭാഗ്യദിനങ്ങളാണ്. യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്ക് 20-ാം തീയതിയും ഭാഗ്യദിനമാണ്. വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കും 10-ാം തീയതിയും 11-ാം തീയതിയും ഭാഗ്യദിനങ്ങളാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ഊഹക്കച്ചവടങ്ങൾക്കും 1-ാം തീയതിയും 2-ാം തീയതിയും ഭാഗ്യദിനങ്ങളാണ്. സേവനങ്ങൾക്ക്, അതായത് സർക്കാർ സർവീസിലുള്ളവർക്ക് മറ്റുള്ള സേവനങ്ങൾക്ക് 17-ാം തീയതിയും 18-ാം തീയതിയും 20-ാം തീയതിയും ഭാഗ്യദിനങ്ങളാണ്. പങ്കാളിത്ത ബിസിനസ്സുകൾക്ക് 2-ാം തീയതിയും 17-ാം തീയതിയും 18-ാം തീയതിയും ഭാഗ്യദിനങ്ങളാണ്. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 5-ാം തീയതിയും 6-ാം തീയതിയും 17-ാം തീയതിയും ഭാഗ്യദിനങ്ങളാണ്. ഔദ്യോഗിക രംഗത്തിരിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും 1-ാം തീയതിയും 2-ാം തീയതിയും 10-ാം തീയതിയും ഭാഗ്യദിനങ്ങളാണ്. ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഗാർഹിക സംബന്ധമായ കാര്യങ്ങൾക്കും വ്യക്തിപരമായ കാര്യങ്ങൾക്കും 4-ാം തീയതിയും 8-ാം തീയതിയും 22-ാം തീയതിയും അശുഭദിനങ്ങളാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്കും മറ്റും 7-ാം തീയതിയും 15-ാം തീയതിയും 16-ാം തീയതിയും അശുഭങ്ങളാണ്. യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്ക് 8-ാം തീയതിയും 16-ാം തീയതിയും 22-ാം തീയതിയും അശുഭദിനങ്ങളാണ്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് 4-ാം തീയതിയും 12-ാം തീയതിയും 24-ാം തീയതിയും അശുഭദിനങ്ങളാണ്. ഊഹക്കച്ചവടങ്ങൾക്കും കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും 3-ാം തീയതിയും 15-ാം തീയതിയും 16-ാം തീയതിയും അശുഭങ്ങളാകുന്നു. സേവനങ്ങൾക്ക്, അതായത് സർക്കാർ സർവീസ് പോലെയുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം 12-ാം തീയതിയും 24-ാം തീയതിയും 25-ാം തീയതിയും അശുഭങ്ങളാകുന്നു. പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് 22-ാം തീയതിയും 12-ാം തീയതിയും 23-ാം തീയതിയും അശുഭങ്ങളാകുന്നു.
ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 15-ാം തീയതിയും 16-ാം തീയതിയും 22-ാം തീയതിയും അശുഭങ്ങളാകുന്നു. ഔദ്യോഗിക രംഗത്തിരിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും 12-ാം തീയതിയും 24-ാം തീയതിയും 25-ാം തീയതിയും അശുഭങ്ങളാകുന്നു. ഈ മാസം ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണഫലങ്ങൾ കൂടുതൽ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.